എനിക്കിപ്പോ ഇൻ കേസ് എനിക്ക് വോളിലാണ് ചേഞ്ച് വരുത്തേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വോളിനെ ഫസ്റ്റ് സെലക്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് ഈ ഒരു വോളിനകത്താണ് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വോളിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോ ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ സൗത്ത് എലിവേഷനിൽ വന്നു. അപ്പൊ നമ്മുടെ ആ സെലക്ട് ചെയ്ത വോൾ കാണാൻ പറ്റും. അപ്പൊ വോളിനെ സെലക്ട് ചെയ്ത് എനിക്ക് ഇതിനകത്ത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അത് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ വോളിന്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് ഇതിനകത്ത് ഈ ഒരു സൈഡിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സർക്കിൾ, ഇപ്പൊ എനിക്കൊരു സർക്കുലർ ഹോൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ ടൂൾ എടുത്ത ശേഷം ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തിട്ട് ഇനി നമുക്ക് 3D പോയി നോക്കാം. കണ്ടോ? അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ബൗണ്ടറിക്കുള്ളിൽ അടുത്തൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? നമുക്കൊരു ഹോൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പൊ അത് നമ്മൾ ഫ്ലോറിന്റെ കേസിൽ മാത്രമല്ല, വാളിന്റെ കേസിലായാലും റൂഫിന്റെ കേസിലായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബൗണ്ടറിക്കുള്ളിൽ വേറൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോൾ പോർഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻ കേസ് ഇപ്പൊ എനിക്ക് ആ ഒരു ഹോള് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇങ്ങനെയായിരിക്കുന്നത്. എനിക്ക് ആ ഹോള് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ ഈ ഒരു വോളിനെ സെലക്ട് ചെയ്യാം. സൗത്ത് എലിവേഷനിൽ വന്നിട്ട് എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അപ്പൊ നമ്മൾ വരച്ച ആ സർക്കിൾ കാണാം. ആ സർക്കിളിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ശേഷം ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് എന്തിനെ ആയാലും ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.